അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ വേദനിപ്പിക്കുന്ന, അത്രയും ഹൃദയം നുറുങ്ങുന്ന ഒരു വീഡിയോ കാണാനിടയായി. എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. ഒരു പൊന്നുമോളുടെ കരച്ചിൽ എത്ര പ്രയാസമുണ്ടെന്ന് അറിയാവോ? ഒന്ന് നോക്കിക്കോളി. പറയട്ടെ, ഉമ്മല്ലേ, നമ്മളുമ്മല്ലേ, നമ്മളുമ്മക്ക് നമ്മളോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിലേ നമ്മളെ ഇട്ടിട്ട് എവിടേക്കും പോവില്ല. അങ്ങനെ ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ വരൂ. അപ്പൊ നമുക്ക് ഉമ്മാക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായില്ലേ നോക്കാം. എത്ര ദിവസം വെച്ച് ടൂർ പോയിട്ട് നിൽക്കും, നമ്മുടെ അടുത്ത് വരുമോ നോക്കുക. വീഡിയോ കോൾ ചെയ്താലേ എന്ത് പ്രശ്നം എന്നറിയോ? വീഡിയോ കോൾ ചെയ്യുമ്പോഴേ ഉമ്മച്ചിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അമ്മയുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് പോയില്ല. അപ്പൊ ഉമ്മച്ചിക്ക് വരൂ. നോക്കിയേ, പൊന്നും മക്കളുടെ കരച്ചില് ആർക്കാ സഹിക്കാൻ പറ്റുക? ഇതെങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇറങ്ങിപ്പോവാൻ ഇതുപോലെയുള്ള താത്തമാർക്ക് പറ്റണേ എന്നുള്ളതാണ്. എത്ര കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത ഒരു എന്താ പറയാ, ഒരു ജന്മങ്ങൾ. 3 മക്കളാണ്. ആ 3 മക്കളെ ഉപേക്ഷിച്ച് ഒരു ഹൈന്ദവനായ യുവാവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയേക്കുവാണ്. ആ മക്കൾ ഇങ്ങനെ കരയാൻ, പൊട്ടി പൊട്ടി ഏങ്ങലടിച്ച് കരയാൻ. അവർക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ്. പക്ഷേ ഈ ഉമ്മാക്ക് ഇവരെന്ന് പറഞ്ഞാൽ എന്താ പറയുക, മണ്ണേടിയാണ്. സുഖിക്കണം, അവർക്ക് അവരുടേതായ കാമം തീർക്കണം, ഇറങ്ങിപ്പോവാൻ. അവരെ വല വീശുന്ന ചെറ്റകളായ ചില ആൾക്കാർ, മറ്റു മതത്തിൽപ്പെട്ട, ഞാൻ ഹൈന്ദവൻ എന്നൊന്നും പറയൂല, ഹൈന്ദവ മതത്തിൽപ്പെട്ടതെന്ന് ഞാൻ പറയില്ല, ഇത് തോന്നിവാസികൾ, അവരിറങ്ങിങ്ങാണ്ട് ഇതുപോലെ അവരും വല വീഴ്ച നിൽക്കാൻ. ഒരു കമൻറ്റ്, ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നു. എന്താ കമൻറ്റ്? 11 മാസങ്ങൾക്ക് മുമ്പ് ഇതേ ആളുടെ കൂടെ പോയതാണ്, ഇവൻ്റെ കൂടെ പോയതാണ്. എന്നിട്ട് കുറച്ചു കാലമൊക്കെ നിന്നുങ്ങാണ്ട് ഓൻ എന്താക്കി, ഇവളെ ചണ്ടിയാക്കിയിട്ട് അങ്ങോട്ട് ചാടി തിരിച്ചു വന്നതാണ്. വീണ്ടും അതേപോലെ തിരിച്ചു പോയേക്കുവാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അവരെന്താക്കുകയാണ്, വീണ്ടും ബന്ധപ്പെടുകയാണ്. അപ്പം നമ്മൾ സാരില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഏതായാലും നീ ഇറങ്ങി പോവാ, ഞാനിവിടെ ഉണ്ട്, ആയിക്കോട്ടെ പോവാൻ, മക്കളെ വേണ്ട ചാട് തന്നെ. എന്നാൽ ഇങ്ങനെയൊക്കെ തോന്നിവാസം ചെയ്യണമെങ്കിൽ ഈ മക്കൾ വേണ്ടാന്ന് വെക്കണമായിരുന്നു, കല്യാണം വേണ്ടാന്ന് വെക്കണമായിരുന്നു. ഇവിടെ സ്വന്തം എത്രത്തോളം ഈ മക്കളുടെ കരച്ചിലുണ്ടല്ലോ, അതൊരു ശാപമാണ്. ആ ഉമ്മയുടെ ശാപം മക്കൾ കിട്ടുക, ഉപ്പയുടെ ശാപം മക്കൾ കിട്ടുക, അങ്ങനെയൊന്നല്ല. അത് മാത്രമൊന്നുമല്ല, മക്കളുടെ ശാപം മാതാപിതാക്കൾക്കും കിട്ടും. എന്തേ? ആ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന ലാളനയും സ്നേഹവും പരിചരണവും, അവർക്ക് കൊടുക്കേണ്ടുന്നതായ വിദ്യാഭ്യാസവും ഒന്നും കൊടുക്കാതെ അവരവരുടെ അങ്ങനെ ചാടിക്കളയുമ്പോൾ ആ മക്കളുടെ കണ്ണിൽ അതിൻ്റെ പേരിൽ ഒരിറ്റ് കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അത് ആ ഉമ്മക്ക് കിട്ടുന്ന ശാപമാണ്. പിന്നെ നരകിക്കും. നോക്കിക്കോളി, ആ ഉമ്മ ദുനിയാവിൽ നരകിക്കാതെ പോവില്ല. എന്താ കാരണം? സ്വന്തം വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്ന മക്കളെയാണ് കരയിച്ചിരിക്കുന്നത്. അവരാരെ ഇനി ഉമ്മ എന്ന് വിളിക്കേണ്ടത്? ആ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരെ മുഖത്ത് എങ്ങനെ നോക്കുക? പറയില്ല, നിന്റെ ഉമ്മ പോയില്ലടി എന്ന് പറയുമ്പോൾ അവരാരോട് എങ്ങനെ ഫേസ് ചെയ്യും? ഇവൾക്ക് ഇവളുടെ ആവശ്യം തീർക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം. മക്കളെന്ത് ചെയ്യാനാണ്? ചെറിയ മക്കളാണ്. ആ മക്കളെയാണ് നൊമ്പരപ്പെടുത്തുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇതുപോലെ എത്രയോ വാർത്തകൾ കുറച്ച് ദിവസം മുമ്പാണ് പോയിട്ട് തിരിച്ചു വന്നത്. അതിനു മുമ്പ് പലരും പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്തവരുണ്ട്, മരിച്ചവരുണ്ട്, തൂങ്ങിച്ചത്തവരുണ്ട്, റെയിൽവേ ട്രാക്കിൽ ചിന്ന ഭിന്നമായി കിടന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇവളാണെങ്കിൽ ഒരു വട്ടം പോയിട്ട് അവിടുന്ന് ചാടിയിട്ട് തിരിച്ചു വന്നവളാണ്, വീണ്ടും പോകുന്നു. എത്ര ദിവസം ഉണ്ടാകും? നിങ്ങൾ നോക്കിക്കോളി. ഇതിനേക്കാൾ അന്ന് ചണ്ടിയാക്കിയതിനേക്കാൾ ചണ്ടിയാക്കിയിട്ട് വീണ്ടും വിടും. തിരിച്ച് ഇവിടത്തേക്കല്ലേ വരേണ്ടത്. ആ മക്കൾ പിന്നെ ഉമ്മ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ സ്വീകരിച്ചെന്നൊക്കെ വരും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എനിക്കിതുപോലെ കിട്ടണമെന്ന് കാണുമ്പോൾ വീണ്ടും പോകും. എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗമായി മാറി സ്ത്രീകൾ എന്നുള്ളതാണ്. ഞാൻ ആരെങ്കിലും പറയുന്നില്ല,
സ്ത്രീകൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഈ പോകുന്നതും കൊണ്ടുപോകുന്നതൊക്കെ അവരവരുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി നിങ്ങൾ വലിച്ചുകൊണ്ട് അത് കഴിയുമ്പോൾ നിങ്ങൾ ചാടുകയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടായി പോകുന്നത്? എന്തറിഞ്ഞിട്ടായി ഇറങ്ങി ഓടുന്നത്? അവരുടെ കയ്യിൽ വല്ല പൈസ ഉണ്ടായിട്ടാ? അതും നിങ്ങളാണല്ലോ കൊണ്ടുകൊടുക്കണേ. നിങ്ങളുടെ ഉപ്പ കഷ്ടപ്പെട്ട് വിയർപ്പ് സഹിച്ചെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതും, അല്ലെങ്കിൽ ഉപ്പയില്ലാത്ത മകളെ വളർത്താൻ കഷ്ടപ്പെടുന്ന ഉമ്മമാരുണ്ട്. അവരൊക്കെ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ടിട്ട് ഉണ്ടാക്കി വെച്ചതടക്കം എടുത്ത് മാറ്റിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ ഏതോ പരട്ട ചെറുക്കന്മാർക്ക്. അതിൻ്റെ ഇത് തീരുമ്പോഴത്തേനും നിന്നെ എനിക്ക് വേണ്ട, അതുകൊണ്ട് തള്ളിച്ചാടും. എൻ്റെ വിളിക്കും വരട്ടെ എന്ന് പറഞ്ഞിട്ട്. എത്ര വേദന ഉണ്ട് ആ മക്കളുടെ കരച്ചിൽ. ഇവിടെ നിന്ന് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. എത്ര ഉമ്മമാരും മക്കളില്ലാതെ കഷ്ടപ്പെടുന്നു. എത്ര ഉമ്മമാരെന്നറിയാം. ഞാൻ നോക്കുമ്പോൾ ആ മക്കൾ, എനിക്ക് മക്കളില്ല, വർഷങ്ങളായി കല്യാണം ചെയ്തിട്ട്, ആ മക്കൾ എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന എത്ര കമൻറ്റുകൾ ഉണ്ടെന്നറിയാം. എന്നിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് ചാടിയിട്ട് അങ്ങ് പോവാൻ. അതില്ലാത്തതിൻ്റെ ദണ്ണം ഇല്ലാത്തവർക്ക് അറിയൂ. അവസാനം ആരുമില്ലാതെ തെണ്ടി നടക്കുമ്പോഴും നീയും നിന്നെപ്പോലെയുള്ളവരും അറിയും. സൂക്ഷിച്ചോ.